कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। അല്ലേ? ഊനസപ്തതി 69, 70 ഒരെണ്ണം കുറവ്. അനുമാന്യ തഥാ താരാം സുഗ്രീവേണ സമാഗതഃ വിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവഃ. അവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊക്കെ നെറ്റിന് തകരാറ് വരാൻ തുടങ്ങിയത്. പിന്നെ ആർക്കൊക്കെ കുറേശ്ശെ കേൾക്കാൻ പറ്റി, പലർക്കും അത് കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ താരയെ അവിടെ സമ്മതിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാലി പോകുന്നത്. എന്താണ് താരയ്ക്കുള്ള തടസ്സം? എന്തായിരുന്നു? സുഗ്രീവൻ ഒരിക്കൽ പരാജയപ്പെട്ട് ഓടിയവനാണ്. ഒരിക്കൽ പരാജയപ്പെട്ടു പോയവൻ വീണ്ടും വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവണം? നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ടാവണം. അത് താരയുടെ അനുമാനം അതെന്താണെന്നാണ്? ആ പിന്തുണ നൽകുന്നത് ദാശരഥികളാണ്. ദാശരഥികൾ എന്ന് പറഞ്ഞാൽ ദശരഥന്റെ മക്കൾ. അതിന് താര പറയുന്ന ഒരു കാരണമുണ്ട്. പണ്ട് അവരുടെ മകൻ, പണ്ടെന്ന് പറഞ്ഞാൽ വളരെ മുമ്പല്ല, കുറച്ച് മുൻപ് അവരുടെ മകൻ അങ്കദൻ കാട്ടിൽ പോയി വന്നപ്പോൾ പറയുകയുണ്ടായിട്ടുണ്ട്, ദാശരഥിമാർ അച്ഛന്റെ വാക്ക് അനുസരിച്ച് കാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് താര ആ നിഗമനത്തിലെത്തുന്നത്. സുഗ്രീവന് ഒരു പിന്തുണ നൽകണമെങ്കിൽ അത് സുഗ്രീവനേക്കാൾ ശക്തനായിട്ട് ഒരാളുടെ പിന്തുണയായിരിക്കണം. അത്രയ്ക്ക് ശക്തനായ ഒരാളുടെ പിന്തുണ നൽകണമെങ്കിൽ അത് ലോകത്തിന് ബാല്യേ ഉള്ളൂ, വേറൊരാളില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ ഉള്ളത് ആരാണ്? ദാശരഥികളാണ്. ഇതാണ് താരയുടെ നിഗമനം. അതാണ് താര ഒരു ഒന്നാം തരം രാജ്യതന്ത്രജ്ഞയാണ് എന്ന് പറയുന്നത്. അതിന് ബാലി തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അവിടെ വരുമ്പോൾ കാണാം. നമുക്കത് കൂടുതൽ വിശദീകരിക്കാം. അപ്പൊ താര പറഞ്ഞു, എന്റെ അനുമാനം ശരിയാണെങ്കിൽ അത് രാഘവനാണ് സുഗ്രീവന് പിന്തുണ നൽകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് യുദ്ധത്തിന് നിൽക്കാനല്ല വേണ്ടത്, രാഘവനെ എന്ത് ചെയ്യാം? സ്തുതിക്കുക, രാഘവനെ പ്രീതിപ്പെടുത്തുക. രാഘവനോട് എന്ത് വിരോധമാണുള്ളത്? സുഗ്രീവനെ വിളിച്ച് യുവരാജ പദവിയിൽ അഭിഷേകം ചെയ്യും. ആ ബാലവാനരന് എന്നാണ് പറയുന്നത്. ആ ബാലൻ അനുജനാണല്ലോ. അപ്പൊ അവനെ വിളിച്ചിട്ട് യുവരാജ പദവിയിൽ അഭിഷേകം ചെയ്യുക, ശ്രീരാമന്റെ മുന്നിൽ പ്രണമിക്കുക. എത്ര നല്ല ഒരു സജഷനാണ് പറയുന്നത് അല്ലേ? ഇതിനേക്കാൾ ഒരു നയതന്ത്രജ്ഞത, ഒരു യുദ്ധം ഏത് വിധത്തിലും ഒഴിവാക്കുക. യുദ്ധം എപ്പോഴും എന്താണ്? ക്ലേശകരമാണ് ജനങ്ങൾക്കൊക്കെ, അല്ലെ? നമുക്കറിയാം ഇപ്പൊ തന്നെ ഒരു യുദ്ധം നമ്മുടെ രാജ്യം അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ കഷ്ടതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ? എവിടെയൊക്കെയാണ് വിലവർദ്ധനം ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടപ്പാടൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു യുദ്ധം ഒഴിവാക്കാൻ എന്താണ് വേണ്ടി വന്നാൽ നമ്മളെക്കാൾ കരുത്തനായവന്റെ മുന്നിൽ എന്താ ചെയ്യാം? കീഴ്പ്പെടുക. നമ്മളെക്കാൾ കരുത്തനാണ് രാമന്റെ മുന്നിൽ കീഴ്പ്പെടുത്തുക. അനുജനോട് ദയയും കാണിക്കുക. അനുജനല്ലേ? അവനെ വിളിച്ച സുഗ്രീവ, വാ, എന്തിനാ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇതാക്കുന്നത്? നമ്മൾ ഒന്നിച്ചു നിന്നാൽ അതൊരു ബലമാണ്. അതുകൊണ്ട് സുഗ്രീവൻ നാളെ യുവരാജാവായി സുഗ്രീവൻ അഭിഷേകം ചെയ്യുന്നു. ഇതങ്ങോട്ട് പറയാനാണ് താര പറഞ്ഞു കൊടുത്തത്. ഇത്രയും വലിയൊരു ഡിപ്ലോമസി, ഒരു രാജ്യതന്ത്രജ്ഞത പറയാൻ. പക്ഷെ അങ്ങനെയല്ല, എന്താണ് സമ്മതിച്ചില്ല, പോയി, അല്ലേ? രാമനെ നമുക്ക് എന്തിനാണ് വിരോധം എന്നാണ് ആരുടെ നിലപാട്? ഭാര്യയുടെ നിലപാട്. തൻ്റെ കർത്തവ്യം എന്താണ്? തെറ്റിപ്പോയി, അകർത്തവ്യം താൻ ചെയ്തു പോയി എന്നുള്ളത് അപ്പോഴും ഭാര്യയുടെ മനസ്സിൽ വരുന്നില്ല എന്നതാണ്. അതിനെ പറ്റി നമ്മൾ പറയുകയുണ്ടായി, ഇല്ലേ? എന്താണ്? അനുജന്റെ ഭാര്യ ആരാണ്? മരുമകൾക്ക് തുല്യമാണ്, സ്നുഷയാണ്.
അനുജന്റെ ഭാര്യ. അനുജന്റെ ഭാര്യയോട് എന്ത് ചെയ്യാൻ പാടില്ല? അതിക്രമം കാണിക്കാൻ പാടില്ല. അത് ചെയ്താൽ സ്നുഷയോട് ചെയ്യുന്ന അതിക്രമമാണ്. അപ്പോ അവളെ തന്റെ പത്നിയാക്കി വെച്ചത് ഘോരമായ അപരാധമാണ്. അതിന് സ്മൃതി പറയുന്ന നിയമം ഹത്യയാണ്. യാജ്ഞവൽക്യൻ ഒരു പടി കൂടെ മുകളിൽ കയറി പറയുന്നു. യാജ്ഞവൽക്യ മനുസ്മൃതിയില് ഹത്യ ഉണ്ട്. യാജ്ഞവൽക്യ സ്മൃതിയില് കുറച്ചുകൂടെ മുകളിലാണ് ലിംഗം ഛിത്വ, ലിംഗച്ഛേദം ചെയ്തിട്ട് ഹനിക്കണം എന്നാണ്. അപ്പോ എത്ര ക്രൂരമാണ് അത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു വീട്ടിൽ ഒരു അച്ഛൻ മകന്റെ വിവാഹം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കണം? മാന്യനായിരിക്കണം. എപ്പോഴും എങ്ങനെയായിരിക്കണം? അച്ഛൻ ആര്യനായിരിക്കണം. ആര്യൻ. അതുകൊണ്ടാണ് ഭർത്താവിനെ എന്ത് പറയുന്നത്? ആര്യപുത്രൻ എന്ന് പറയുന്നത്, അല്ലേ? ആര്യപുത്രൻ എന്ന് പറയുന്നത് എന്താർത്ഥത്തിലാണ്? ആര്യന്റെ പുത്രൻ എന്നാണ് പറയാ. പണ്ട് പേരൊന്നും വിളിക്കില്ല. ഇന്നിപ്പോ പേരൊക്കെ വിളിക്കും, എടാ പോടാന്നൊക്കെ വിളിക്കും. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ആര്യൻ ആരാണ്? അമ്മാനച്ഛൻ ആര്യനാണ്, ആര്യന്റെ മകൻ. അതാണ് ഇപ്പോഴും വിളി. അപ്പൊ അതിലൊക്കെ എന്തുണ്ട്? ധാർമ്മികതയുടെ വലിയ ഒരു ഉണർത്തൽ അവിടെയുണ്ട്. എത്ര സുരക്ഷിതയായിരിക്കണം ഭർതൃഗൃഹത്തിൽ ഒരു വധു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയും ഓർമ്മപ്പെടുത്തലുമാണ് ആ പേരിൽ ഉള്ളത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അമ്മാനച്ഛനും എന്തോർക്കണം? ഞാൻ ആര്യനാണ്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി, വേറെ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി, എൻ്റെ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അവൾ ആരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? വധു ഭർത്താവിന്റെ വീട്ടിൽ ആരായിരിക്കണം എന്ന് പറയുന്നത് വിവാഹ മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടാ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. എന്താ പറയുന്നത്? സംരാജ്ഞി ശുശ്രാംഭവ, സംരാജ്ഞി ശുശുരേ ഭവ, നനാന്തരി സംരാജ്ഞി ഭവ, സംരാജ്ഞി അതിദേവൃഷു. വിവാഹന മന്ത്രങ്ങളിലുള്ളതാണ്. സംരാജ്ഞി ശുശ്രുംഭവ. ശുശ്രു അമ്മായിയമ്മ. അമ്മായിയമ്മയുടെ മുന്നിൽ നീ ആരായിരിക്കണം? ചക്രവർത്തിനി ആയിരിക്കണം. രാജ്ഞിയല്ല, സംരാജ്ഞി. സംരാജ്ഞി ആരാണ്? സമ്രാട്ടിന്റെ പത്നിയാണ്. അപ്പോ നീ അവിടെ ചക്രവർത്തിനി ആയിരിക്കണം. സംരാജ്ഞി ശുശുരേ ഭവ. ശുശുരൻ അമ്മാനച്ഛൻ. അമ്മാനച്ഛന്റെ മുന്നിൽ ആരായിരിക്കണം? രാജ്ഞിയായിരിക്കണം, സംരാജ്ഞിയായിരിക്കണം. നനാന്തരി സംരാജ്ഞി ഭവ. അനാന്ത എന്ന് പറയുന്നത് നാത്തൂർ, ഭർത്താവിന്റെ പെങ്ങന്മാരെ, ഭർത്താവിന്റെ സഹോദരിമാരുടെ മുന്നിൽ നീ ചക്രവർത്തിനിയായിരിക്കണം. സംരാജ്ഞി അതിദേവൃഷു. ദേവരന്മാര് ആരാണ്? ദേവരന്മാര് ഭർത്താവിന്റെ സഹോദരന്മാർ. അവരുടെ മുന്നിൽ നീ സംരാജ്ഞിയായിരിക്കണം. നിസാരമല്ല. അതാണ് വിവാഹം. വിവാഹം, വാഹം എന്ന് പറഞ്ഞാൽ വഹിക്കൽ, കൊണ്ടുവരല്. വിവാഹം എന്താണ്? വിശേഷേണ വഹിക്കലാണ്. എന്താണ് വിവാഹത്തിന്റെ വിശേഷം? എന്താണ്? കൊണ്ടുവരുന്നവനേക്കാൾ പ്രാധാന്യം കൊണ്ടുവരപ്പെടുന്ന ആൾക്കാണ്. മറ്റുള്ളതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരികയാണ് വീട്ടിലേക്ക്, അല്ലേ? അത് നമ്മൾ വരികയാണ്, അരിയും പല വ്യഞ്ജനങ്ങളൊക്കെ കൊണ്ടുവരികയാണ് വീട്ടിലേക്ക്. തെരുവുനായ കടിക്കാൻ വന്നാൽ അത് തെരുവുനായയുടെ മേടത്തേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് ഓടിപ്പരാം. ഇതിനെ കളഞ്ഞിട്ട് ഓടിപ്പരാൻ പറ്റും. പക്ഷെ പത്നി എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വന്തം പ്രാണനെ കൊടുക്കുക എന്നല്ലാതെ എന്ത് ചെയ്യില്ല? കൊണ്ടുവരുന്ന കുട്ടിയെ കൊടുക്കും. കൊണ്ടുവരുന്ന കുട്ടിക്കും വീട്ടിലാണ് എന്ത്? അധികാരം. വീട്ടിൽ അവൾക്ക് മരണം വരെയും ജീവിക്കാം. ഭർത്താവിന് മരണം വരെ ജീവിക്കാനുള്ള അധികാരം ഇല്ല. അതറിയാമല്ലോ, അല്ലേ? ഭർത്താവിന് ഏതുവരെയൊക്കെയാണ് ഉള്ളത്? അവിടെ മുത്തച്ഛനാവുന്നത് വരെ, അല്ലെ? മുത്തച്ഛനായാൽ എന്ത് ചെയ്തോളണം? നിർത്തിക്കോളണം. പിന്നെ ഗൃഹസ്ഥസ്തു യഥാ പശ്യത്. ഗൃഹസ്ഥൻ എപ്പോഴാണ് കാണുന്നത്? തന്നെ. എങ്ങനെ കാണുന്നത്? ജരാനരകൾ ബാധിച്ചവനായിട്ട്. മുടിയൊക്കെ നരച്ചു, ശരീരത്തിൽ ചൊടിവുകളൊക്കെ വന്നു. അങ്ങനെ വന്നാൽ അപത്യസ്യ തഥാപത്യം. അതുപോലെ അപത്യം സന്തതി, മക്കളുടെ മക്കളെയും കാണുക. വീട്ടിൽ മകന്റെ മകനെ കാണുക, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവരുടെ മക്കളെ കാണുക. അപ്പൊ എന്തായി? അടുത്ത തലമുറയ്ക്ക് ചുമതലബോധം വരുന്ന സമയമായി. കല്യാണം കഴിഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണ്ട വീട്. മക്കളായി കഴിയുമ്പോൾ എന്തായി? ചുമതലബോധം വന്നു. അപ്പോ ഗൃഹഭരണം അവരെ ഏൽപ്പിക്കുക. ഇനി ഞാൻ തന്നെ നോക്കണമെന്ന് കൊണ്ടിരിക്കേണ്ട കാര്യമില്ല.
ഞാൻ തന്നെ താക്കോലും കൊണ്ട്, പണപ്പെട്ടിയുടെ താക്കോലും ഞാൻ തന്നെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഏൽപ്പിച്ചു കൊടുക്കുക, മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി നീ നോക്കുക കാര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോ എന്ത് ചെയ്യണം? സന്ധ്യജ്യ ഗ്രാമ്യമാഹാരം സർവം ചാതി പരിച്ഛദം പുത്രേഷു ധാരാം വിന്യസ്യ വനം ഗച്ഛേത് തയാഭിവാ. അതിനുശേഷം എന്ത് ചെയ്യണം? അപ്പോ സന്ധ്യജ്യ ഗ്രാമ്യമാഹാരം, ഗ്രാമ്യമായ ആഹാരം ത്യജിക്കണം. ഗ്രാമ്യമായ ആഹാരം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പട്ടണത്തിൽ പോയിട്ട് വലിയ ആർഭാടായിട്ടുള്ള ആഹാരം തിന്നാന്നല്ല അതിന്റെ അർത്ഥം. ഗ്രാമ്യമായ ആഹാരം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വന്യമായ ആഹാരമേ സ്വീകരിക്കാവൂ, അല്ലാണ്ട് നാഗരികമായ ആഹാരം എന്നല്ല അതിന്റെ അർത്ഥം. ഗ്രാമ്യം എന്ന് പറയുന്നത് വന്യം എന്നുള്ളൊരു വിപരീതമായിട്ടാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ നമ്മുടെ ചോറ്, കഞ്ഞി, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഒക്കെ എന്താണ്? ഇതൊക്കെ ഗ്രാമ്യ ആഹാരങ്ങളാണ്. അത് പരിത്യജിച്ചാൽ എന്ത് ചെയ്യാം? വന്യമായ ആഹാരം എടുക്കാം. കായ്കനികളൊക്കെ തിന്നാം, കിഴങ്ങുകളൊക്കെ പറിച്ചിട്ട് ഇലകൾ തിന്നാം. വനത്തിലുണ്ടാകുന്ന വരിനെല്ല് ഒഴിഞ്ഞു വീണത് പെറുക്കിയെടുത്തിട്ട് ഉമി കളഞ്ഞിട്ട് കഴിക്കാം. പെറുക്കിയെടുത്തിട്ട് കതിരോടെ മുറിച്ചെടുക്കാൻ പാടില്ല. അത്ര കർക്കശമായ നിയമമാണ് പുരുഷന് അവിടെ ഉള്ളത്. ഇപ്പൊ വീട്ടിലാരെങ്കിലും വയസ്സന്മാരെന്ന് വെച്ചാൽ എന്ന് തന്നെ ഒടുത്തു വിടൊന്നും വേണ്ട കേട്ടോ, അദ്ദേഹം ഇവിടെ വരും. പിന്നെ അപ്പോ അതൊന്നും ചെയ്യണ്ട. പക്ഷേ അതിന്റെ അർത്ഥം എന്താണ്? ഗൃഹഭരണത്തിൽ ഇടപെടാതെ ഇരിക്കുക. അത് മക്കളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി അവര് കൊണ്ടു നടക്കട്ടെ എന്ന് വിചാരിക്കുക. പക്ഷെ അമ്മയ്ക്ക് എന്ത് ചെയ്യാം? അമ്മയ്ക്ക് മരണം വരെ ആ വീട്ടിൽ തുടരാം. അച്ഛൻ അത് പാടില്ല. ഇനി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും എന്ത് ചെയ്യാം? ഒരു കാര്യത്തിൽ ഇടപെടാതെ എന്താണ്? വേണമെങ്കിൽ പുറത്തൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. അപ്പോ എന്താണ്? പണ്ട് രഘു ചെയ്തതുപോലെ, രഘു എന്താ ചെയ്തത്? പട്ടണത്തിൽ പുറത്ത് ചെറിയൊരു ആശ്രമം ഉണ്ടാക്കി അതിൽ താമസിച്ചു, കാട്ടിൽ പോയില്ല. അങ്ങനെ എല്ലാവരും കൂടെ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, അന്ന് പോകരുത് ഞങ്ങളെ വിട്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ചെറിയൊരു ആശ്രമം വേറെ ഉണ്ടാക്കി അവിടെ താമസിച്ചു. അപ്പൊ അതുപോലെയൊക്കെ ചെയ്യാം. ഇന്നത്തെ സ്ഥിതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാർപോർച്ചിലൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. ഓട്ടെ, വരാന്തയിൽ ഇരുന്നോട്ടെ എന്ന് വെക്കാം. പക്ഷെ എന്ത് വേണ്ട? വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ പോകണ്ട. കാശൊക്കെ അവർക്ക് കൊടുക്കാം. അങ്ങനെയാണ് അതിന്റെ സ്ഥിതി നടത്തുന്നത്. അപ്പോ അതിന്റെ വിശേഷണയുള്ള വാഹം എന്താണ്? അതിന്റെ വിശേഷത ഈ പറഞ്ഞതൊക്കെയാണ്. പത്നിയെ കൊണ്ടുവരുന്ന ആൾക്ക് ആ വീട്ടിൽ പരിമിതമായ അധികാരങ്ങളെ ഉള്ളൂ, പരിമിതമായ കാലമേ അവിടെ നിൽക്കാനും പാടുള്ളൂ. പിന്നെ ആർക്കാണ്? വഹിക്കപ്പെട്ട ആ പെൺകുട്ടിക്കാണ് അവിടെ അധികാരം കൂടുതൽ. ഇതാണ് വിവാഹം എന്ന് പറയുന്നതിലെ വിയുടെ അർത്ഥം. വാഹം നമുക്കൊക്കെ അറിയാം. അതാണ് അതില് വിശേഷേണ വാഹ വിവാഹ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സാന്ദർഭികയുടെ അത്രയും പറഞ്ഞതേ ഉള്ളൂ. വാൽമീകി ഈ ഭാഗത്ത് അതൊന്നുമില്ല. പക്ഷെ എന്താണ് അവിടെ നമ്മൾ അറിയേണ്ടത്? ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. അനുമാന്യ തദാതാരാം സുഗ്രീവേണ സമാഗത. ഒരു വിധത്തിൽ താരെ സമ്മതിപ്പിച്ച് സുഗ്രീവനോട് എതിരെ വന്നു, സുഗ്രീവനെതിരെ വന്നു. നിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവ. അപ്പൊ സുഗ്രീവനോടൊപ്പം വന്ന രാഘവൻ നിജഘാന നിഹനിച്ചു, ഏകേന ശരേണ ബാലിനം, ഒരൊറ്റ ശരം കൊണ്ട് ബാലിയെ നിഗ്രഹിച്ചു. ഒറ്റ ശരമാണ്, അതങ്ങെടുത്ത് കൊടുത്തു. ബാലി വീണു. അതിന് വീണിട്ട് ബാലിക്ക് പറയാനുള്ളത് മുഴുവൻ രാമനോട് പറഞ്ഞു. അങ്ങനെയാണ് അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് അവിടെ കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് വരുമ്പോൾ അത് നമ്മൾ കാണുന്നു. ശ്രീരാമന് വേണം തന്നെ ഒറ്റ ശരം കൊണ്ട് ബാലിയുടെ ശിരസങ്ങൾ കളയാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. എന്താ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ? ബാലിക്ക് പറയാനുള്ളത് പറയട്ടെ തന്നെയാണ്. എന്തിനാണ് കൊന്നത് എന്നുള്ള വിവരം പറയണ്ടേ? കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണ്ടേ? നേരത്തെ കൂട്ടി വായിച്ചു കേൾപ്പിക്കാൻ നിവൃത്തിയില്ല. കാരണം അവിടെ ചെന്ന ഭാര്യ ആരായിത്തരും? ഭാര്യ ഒരു വലിയ ഭക്തനായി മാറും. സുഗ്രീവൻ രാമന്റെ ഭക്തനായി മാറിയ പിന്നെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. എന്നാൽ കൊല്ലണം എന്നുള്ളത് അനിവാര്യവുമാണ്. എന്താണ് അനിവാര്യമാകാൻ കാരണം? എന്താണ്? അനുജന്റെ പത്നിയെ കൊണ്ട് നടന്നു, അല്ലേ? അപ്പൊ എന്താണ്? വധിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭാര്യയുടെ മുമ്പിൽ വന്ന് ആദ്യം ഭാര്യയെ പിടിച്ചു നിർത്തിയിട്ട് എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് പറയാൻ പറ്റില്ല. പ്രാണാപഹാരകമായ ശരം തൊടുത്ത്
ദേഹം ഭേദിച്ച് എന്നാലോ പറയാനുള്ള അവസരം കൊടുത്തു. എന്തുകൊണ്ടാണ്, എന്തിനാണ് രാമ നീ എന്നെ കൊന്നത് എന്നവിടെ ചോദിക്കുന്നത്. എന്തിനാണ് നീ സുഗ്രീവനോട് സഖ്യം ചെയ്തത്? ഞാനുമായി ഒരു ഉടമ്പടി നിനക്കുണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ? ഞാനുമായി ഉടമ്പടി ഉണ്ടാക്കിയാൽ എന്താണ്, ഏത് സമുദ്രത്തിന്റെ അടിയിൽ കൊണ്ടുപോയി സീതാദേവിയെ ഒളിപ്പിച്ചാലും ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ കൊണ്ടുവന്ന് തരുമായിരുന്നു എന്ന് ബാലി പറയുന്നുണ്ട്. ആ പറച്ചില് ശരിയുമാണ്. അത് വെറുതെ എന്തല്ല, വെറുതെ പൊങ്ങച്ചം പറയലല്ല. പിന്നെ എന്തിനാ എന്നെ കൊന്നു? കൊല്ലാൻ പാടില്ല, തിന്നാൻ പാടില്ല, വാനരനെ തിന്നാൻ പാടില്ല. പഞ്ചനഖ ഭക്ഷ്യാഹ ബ്രാഹ്മണസ്യ ക്ഷത്രിയസ്യ ച. ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും 5 പഞ്ചനഖങ്ങളെ ഭക്ഷിക്കാൻ പാടുള്ളൂ. 5 നഖങ്ങളുള്ള ജീവികളിൽ 5 എണ്ണത്തെ, 5 നഖങ്ങളുള്ള ജീവികളിൽ 5 എണ്ണത്തെ. കരയിലുള്ള ജീവികൾ മിക്കവാറും അധികം എണ്ണം പഞ്ചനഖങ്ങളാണ്. കരയിലുള്ള മൃഗങ്ങൾ അധികം അല്ലേ? നമ്മുടെ കോഴിയും പശുവും ഉൾപ്പെടെ പഞ്ചനഖമാണ്, 5 നഖ അവർക്കൊക്കെ ഉള്ളത് അല്ലേ? പശുവിന് 5 നഖം ഇല്ലേ? നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. 5 നഖമുണ്ട് പശു, കോഴിക്കും 5 നഖമുണ്ട്. പക്ഷെ നല്ല മൂത്ത കോഴിയാകുമ്പോഴേ 5-ാം നഖം കാണുള്ളൂ. 3 വിരല് മുന്നിലേക്ക് കാണാം, 1 വിരല് പിന്നിലേക്കുണ്ട്. നല്ല മൂപ്പത്തിയ പൂവൻ കോഴിയെ നോക്കിയാൽ മുകളിൽ ഒരു നഖം കൂടെ കാണും. അതെല്ലാത്തിനും ഉണ്ട്. അതെന്താണ്, അപ്പോഴേ പുറത്തു വരുള്ളൂ എന്ന് മാത്രമേ, ഡോർമെന്റ് ആയിട്ട് അവിടെ അതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിൽ 5 ഇനത്തെ തിന്നാൻ പാടുള്ളൂ, ബ്രാഹ്മണനും ക്ഷത്രിയനും. അപ്പോ അത് അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ അവിടെ പറയുന്നുണ്ട്. ആമയെ തിന്നാം, ശശത്തെ തിന്നാം, ഉടുമ്പിനെ തിന്നാം, പിന്നെ മുളമ്പന്നിയെ തിന്നാം, ഖണ്ഡാമൃഗത്തെ തിന്നാം. ഈ 5 തിന്നാൻ പാടും, ബാക്കിയുള്ളതിനൊന്നും തിന്നാൻ പാടില്ല. അതിരിക്കട്ടെ. അപ്പൊ എന്തിനാണ് ഈ വാനരത്തെ കൊന്നത്? വാനരനായ എന്നെ നീ എന്തിനു കൊന്നു? തിന്നാൻ പാടില്ല, എന്റെ തൊലി എടുക്കാൻ പാടില്ല, എന്റെ രോമം എടുക്കാൻ പാടില്ല, അസ്ഥി എടുക്കാൻ പാടില്ല. പുനഃക്കിമർത്ഥം മാം ജഘാന. എന്തിനാ രാമ എന്നെ കൊന്നത് എന്ന് നൂറാശരം കൊണ്ട് എന്നെ മുറിപ്പെടുത്തി എന്തിനാണെന്ന് വാലി ചോദിക്കുന്നുണ്ട്. അവിടെ ചോദിക്കാനുള്ളത് മുഴുവൻ, പറയാനുള്ളത് മുഴുവൻ, എന്റെ അനുജൻ ഭരിക്കുന്ന, എന്റെ അനുജൻ ഭരതൻ ഭരിക്കുന്ന രാജ്യമാണിത്. ഇവിടെ ധർമ്മം നടത്തേണ്ടത് എന്റെ അനുജന്റെ ചുമതലയാണ്. അവന് വേണ്ടിയാണ് ഞാൻ നിന്നെ നിഹരിച്ചത്. കാരണം എന്താണ്, നീ അനുജന്റെ ഭാര്യയെ, പുത്രവധുവിന്റെ സമാനമായ എന്താണ് ഭ്രാതൃപത്നിയെ നീ എന്താണ് തട്ടിയെടുത്തു. ഇതാണ് നിന്റെ കുറ്റം. ആ കുറ്റപത്രം അവിടെ വായിച്ച് കൽപ്പിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. ഇരിക്കട്ടെ. അപ്പോ അങ്ങനെ അനുമാന്യ തഥാ താരാം സുഗ്രീവേണ സമാഗതഃ നിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവ. ശരേണ ഏകേന രാഘവ തം നിജഘാൻ. ഒറ്റ ശരം കൊണ്ട് കൊന്നു. പിന്നെ അവിടെ കിടന്ന് മരിക്കുകയാണ് ചെയ്യണത്. സുഗ്രീവനോട് തെറ്റിയതിന് കോടതിയൊക്കെ അവിടെ പറയുന്നുണ്ട് അല്ലെ? ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? പറഞ്ഞില്ലേ? സഹോദരങ്ങളോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മരിക്കാൻ നേരത്ത് ഭാര്യ പറഞ്ഞതുപോലെ പറയാൻ ഇടവരരുത്. മരിക്കാൻ നേരത്ത് ഭാര്യ എന്താ പറഞ്ഞത്? യുഗപദ് വിഹിതം താതാ നമ്മെ സുഖമാവയോ. നമുക്ക് 2 പേർക്കും ഒന്നിച്ച് സുഖമായിട്ടിരിക്കാൻ ഒരു വിധി ഉണ്ടായില്ല സുഗ്രീവ എന്നവിടെ പശ്ചാത്താപ വിവശനായി പറയുന്ന ഭാര്യയെ നമ്മൾ കാണുന്നുണ്ട്. ഈ പശ്ചാത്താപ വിവശനായതിനു ശേഷം കൊല്ലാൻ പറ്റില്ല. അപ്പോ കൊല്ലാന്നുള്ളത് എന്താണ്? അനിവാര്യം. രാജാവ് യുക്തമായ ദണ്ഡനം ഏൽപ്പിച്ചാൽ പിന്നെ ആ ആൾക്ക് മറ്റൊരു ശിക്ഷയില്ല, ദൈവികമായ മറ്റൊരു ശിക്ഷ ഇല്ല എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? രാജാവ് ശിക്ഷിക്കുന്നതും ഒരു കാരുണ്യമാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ദണ്ഡനീതിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അതാണ്. രാജ്യം ഭരിക്കുവാൻ അധികാരിയായ ആൾ യുക്തമായ ദണ്ഡം നൽകിയാൽ അപരാധങ്ങൾ ചെയ്ത ആളുകൾക്ക് അതിലപ്പുറം ഒരു ദൈവശിക്ഷ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം രാമനെയും പിന്നെ എന്താണ് മറ്റുമൊക്കെ വളരെയേറെ ചീത്ത പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ആള് പറയും. പക്ഷെ ഇതാണ് അതിന്റെ ധർമ്മശാസ്ത്രം അനുസരിച്ചിട്ടുള്ള മറുപടി എന്ന് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കും. അസ്തു തഥാ സുഗ്രീവ വചനാദ്ധത്വാ ബാലിനമാഹവേ സുഗ്രീവമേവ തദ്രാജ്യേ രാഘവ പ്രത്യവാദയത്. തതഃ സുഗ്രീവ വചനാദ്ധത്വാ. വചനാദ്ധത്വ ശ്രദ്ധിച്ചു ചെയ്യുമ്പോ വചനാദ് ഹത്വ എന്നാണ്. അതാണ്
വചനാദ്ധത്വ എന്നാവുന്നത്. തതഹ സുഗ്രീവ വചനാത്, അതിനുശേഷം സുഗ്രീവ വചനാത്, സുഗ്രീവന്റെ വചനം കൊണ്ട്, ഹത്വ, ഹത്വ കൃതാന്തം അവയാണ്, ഹനിച്ചിട്ട്, കൊന്നിട്ട് എന്നർത്ഥം. ആരെ കൊന്നിട്ട്? ഹത്വ ബാലിനം ആഹവേ, ബാലിനം, ബാലി ശബ്ദത്തിന്റെ ദ്വിതീയാണ് ബാലിനം എന്നത്. ബാലിയെ ആഹവേ, ആഹവം എന്ന് പറഞ്ഞാൽ യുദ്ധം, സംഗ്രാമം, ആഹവം യുദ്ധം അല്ലെ, ആയോധനം, ഇതൊക്കെ അതിന്റെ പര്യായങ്ങളാണ്. യുദ്ധത്തിൽ ബാലിയെ കൊന്നിട്ട് എന്ത് ചെയ്തു? സുഗ്രീവമേവ തദ്രാജ്യേ രാഘവ പ്രത്യപാദയത്, തദ്രാജ്യേ, തസ്യ രാജ്യേ അഥവാ തസ്മിൻ രാജ്യേ, ആ രാജ്യത്ത് സുഗ്രീവമേവ രാഘവ പ്രത്യപാദയത്, സുഗ്രീവനെ തന്നെ രാഘവൻ, രഘുനന്ദനൻ, രഘുവിന്റെ അപത്യം പുമാൻ, രഘുവിന്റെ കുരത്ത് ജനിച്ചത് കൊണ്ടാണ് രാഘവ എന്ന് പറയുന്നത്. രാഘവൻ അദ്ദേഹത്തെ അവിടെ പ്രതിപാദനം ചെയ്തു. പ്രതിപാദനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രതിപാദിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു, അവിടെ നിയോഗിച്ചു എന്നർത്ഥം. സുഗ്രീവനെ അവിടെ നിയോഗിച്ചു. ആരെ വിട്ടിട്ട്? ലക്ഷ്മണനെ വിട്ട് സുഗ്രീവനോടെ അഭിഷേകം ചെയ്തു. രാമൻ പോയില്ല. എന്താണ് രാമൻ പോയിരിക്കാൻ കാരണം? രാമൻ തന്റെ വ്രതം അവസാനിച്ചല്ലാതെ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കുകയും അയോധ്യയിലേക്കും പ്രവേശിക്കില്ല. തന്റെ എന്താണ് വ്രതം അവസാനിക്കണം. അതുകൊണ്ട് സുഗ്രീവനെയാണ് അവിടെ, സുഗ്രീവനല്ല ലക്ഷ്മണനെയാണ് അവിടെ ആ അഭിഷേകത്തിനായിട്ട് രാഘവൻ നിയോഗിച്ചത്. ഇവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്താണ്? ശരിക്കും ആദർശനിഷ്ഠമായിട്ടാണ് വാൽമീകി രാമായണം പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും പ്രാസഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടോ വാൽമീകി ധർമ്മശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും നിഷ്കർഷിച്ച് പറഞ്ഞത്. നിഷ്കൃഷ്ടമായിട്ടാണ് ആ പരാമർശങ്ങൾ എല്ലാം. തതസുഗ്രീവ വചനാദ്ധത്വാ ബാലിനമാഹവേ സുഗ്രീവമേവ തദ്രാജ്യേ രാഘവ പ്രത്യപാദയത് സച സർവാൻ സമാനീയ വാനരാൻ വാനരർഷഭഃ ദിശ പ്രസ്ഥാപയാമാസ ദിദൃക്ഷുർജനകാത്മജാം. സച സർവാൻ സമാനീയ വാനരാൻ, സർവാൻ വാനരാൻ സമാനീയ, ദ്വിതീയ ബഹുവചന, സർവാൻ വാനരാൻ, എല്ലാ വാനരന്മാരെയും സമാനീയ, സമാനയിച്ചിട്ട്. അതിനുശേഷം സുഗ്രീവൻ എല്ലാ വാനരന്മാരെയും പിടിച്ചു വരുത്തി. കിഷ്കിന്ധാധിപതിയല്ലേ, വാനര രാജ്യമാണ്, വാനര സാമ്രാജ്യമാണ്. അവിടെയുള്ള വാനരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആനീയ വാനരാൻ രാജർഷഭഃ, വാനരർഷഭഃ, വാനരർഷഭൻ, വാനരനായ ഋഷഭഃ. ഋഷഭഃ എന്ന് പറഞ്ഞാൽ എന്താണ്? കാള എന്നാണ് അർത്ഥം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാള, വ്യാഘ്രം, പിന്നെ എന്താണ്? സിംഹം. ഈ പദങ്ങളൊക്കെ എന്ത് വാചിയാണ്? ശ്രേഷ്ഠവാചികളാണ് അല്ലെ. മുനി പുങ്കവഃ, പുങ്കവം കാളയാണ്. ഗോക്കളിൽ പുമാനായിട്ടുള്ളതാണ് പുങ്കവം. അപ്പൊ പുങ്കവൻ എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം അല്ലെ. മുനി പുങ്കവൻ എന്താണ്? കാളയായ മുനി എന്നല്ല, ശ്രേഷ്ഠനായ മുനി. അതുപോലെ മുനി വ്യാഗ്രഹ, പിന്നെ എന്താണ്? മുനി കേസരി എന്നൊക്കെ പറഞ്ഞാൽ ശ്രേഷ്ഠവാചികൾ. ഇവിടെ വാനരർഷഭഃ, വാനരർഷഭൻ, ശ്രേഷ്ഠഃ, വാനരഃ, സർവാനപി വാനരാൻ സമാനീയ, എല്ലാ വാനരന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് കിമകരോ ദിശഃ പ്രസ്ഥാപയാമാസ, ദിശഃ ദിക്കുകൾ, ദിക്കുകളിലേക്ക് പ്രസ്ഥാനം ചെയ്യിച്ചു. പ്രസ്ഥാനം ചെയ്യിക്കുക. എന്താ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പുറപ്പാടാണ്. നമ്മൾ പല പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പറയാറുണ്ട് അല്ലെ. ഇസങ്ങൾ, പല പ്രസ്ഥാനങ്ങൾ. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുറപ്പാടിനെയാണ് പ്രസ്ഥാനം എന്ന് പറയാം. മനസ്സിലായോ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്താണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരുടെ പുറപ്പാട്. പ്രസ്ഥാനം എന്ന പദത്തിനർത്ഥം പുറപ്പാട് എന്നാണ്. പ്രസ്ഥാപയാമാസ, പ്രസ്ഥാപയാമാസ പുറപ്പെടുവിച്ചു. എല്ലാവരെയും എന്തിനു വേണ്ടിയിട്ടാണ് പുറപ്പെടുവിച്ചത്? ദിശപ്രസ്ഥാപയ, ദിക്കുകളിലേക്ക് പുറപ്പെടുവിച്ചു. എന്തിനാണ്? ദിദൃക്ഷുർ ജനകാത്മജാം, ജനകാത്മജാം ദിദൃക്ഷു. ദിദൃക്ഷ, എന്താ ദിദൃക്ഷ എന്ന് പറഞ്ഞാല്? ദർശിക്കുവാനുള്ള ഇച്ഛയാണ് ദിദൃക്ഷ എന്ന് പറയാ. ദിദൃക്ഷ, ദൃശ്യ എന്നുള്ള ധാതു അതിന്റെ ഉള്ളിലിരിക്കുന്നത്.
ദി ദൃശ സ ദിദൃക്ഷ. ജിജ്ഞാസ എന്നുള്ള പദം പോലെ സംസ്കൃതത്തിലെ സന്നദ്ധ രൂപങ്ങൾ എന്ന് പറയും. ജിജ്ഞാസ. എന്താ ജിജ്ഞാസ എന്ന് പറഞ്ഞാല്? ജിജ്ഞാസ. ആ പദത്തിന്റെ നടുവിലുണ്ട് അതിന്റെ റൂട്ട്. ആ റൂട്ട് എന്താണ്? ജ്ഞാ. അപ്പൊ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനത്തിനുള്ള ആഗ്രഹം, അറിയുവാനുള്ള ആഗ്രഹം. മനസ്സിലായി? അപ്പൊ ആ പദങ്ങൾ സന്നദ്ധ പദങ്ങളാണ്. ആ പദങ്ങൾ 3 or 4 പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ എന്താണ് ജിജ്ഞാസ? ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രു എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവിക്കുക. അപ്പൊ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രവിക്കാനുള്ള, കേൾക്കാനുള്ള ആഗ്രഹം എന്നാണ്. അപ്പൊ നമ്മുടെ രോഗി ശുശ്രൂഷ എന്നൊക്കെ പറയില്ലേ? എന്താ രോഗി ശുശ്രൂഷ എന്ന് പറയാൻ? രോഗി എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ശ്രദ്ധിച്ചിട്ട് ഇരിക്കുക, എന്നിട്ട് അത് ചെയ്തു കൊടുക്കുക. ഇതാണ് രോഗി ശുശ്രൂഷ എന്ന് പറയുന്നത്. രോഗി ആയതുകൊണ്ട് അതിനെ ഉറക്കെ വിളിച്ചു പറയാനൊന്നും അദ്ദേഹത്തിന് കഴിയുന്നുണ്ടാവില്ല. അപ്പോ അവരെന്താ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് രോഗി ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോ പറയാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ പറയും, പതുക്കെ പറയുള്ളൂ, അത് കേൾക്കാൻ നമ്മൾ ഇരിക്കണം, അത് ശുശ്രൂഷ. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ രോഗിയുടെ ചുറ്റും നടക്കണം. അതാണ് പരിചരണം എന്ന് പറയുന്നത്. പരിചരിക്കുക, ചുറ്റും നടക്കുക. അപ്പൊ നമ്മൾ നടക്കണ്ട. അമ്പലത്തിലെ വലം വെക്കുന്നത് പോലെ രോഗിയുടെ ചുറ്റും ഇങ്ങനെ നടക്കൊന്നും വേണ്ട. നമ്മുടെ കണ്ണ് എന്തുണ്ടായാൽ മതി? കണ്ണ് രോഗിക്ക് ചുറ്റും ഉണ്ടായാൽ മതി. എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുന്നുണ്ടോ? വല്ല കൊതുകോ ഉറുമ്പോ മറ്റൊക്കെ വന്ന് കടിക്കുന്നുണ്ടോ? ചിലപ്പോൾ തൈലൊക്കെ പറ്റുമോ? ചിലപ്പോൾ ഉറുമ്പ് വന്ന് കടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല കൊതുക് വന്ന് കടിക്കുന്നുണ്ടാവും, വേദന ഉണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? കണ്ണുകൊണ്ട് നമ്മൾ അതിന്റെ ചുറ്റും നടക്കണം. ഇതാണ് ഈ പരിചരണം എന്ന് പറയുന്നത്. രോഗി പരിചരണം, രോഗി ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ഈ പദങ്ങളാണ്. ഇരിക്കട്ടെ. അപ്പൊ ശുശ്രൂഷ കേൾക്കാനുണ്ടാക്കുക, ജിജ്ഞാസ അറിയാനുണ്ടാക്കുക. പിപഠിഷ എന്താണെന്ന് പറയാമോ? പിപഠിഷ ആർക്കേലും തോന്നിങ്ങനെ പറയാം. പിപഠിഷ, ജിജ്ഞാസ പോലുള്ള പദം. പിപഠിഷ തോന്നുന്നു ആർക്കെങ്കിലും? എന്താ പിപഠിഷ തോന്നോ? നടുവിലുണ്ട് റൂട്ട്. ആ റൂട്ടിന്റെ അർത്ഥം നോക്കിയിട്ട് അതിനുള്ള ആഗ്രഹമാണ് പിപഠിഷ. പട് എന്നല്ലേ നടുവില്? അപ്പൊ പിപഠിഷ എന്താണ്? പഠിക്കാനുള്ള ആഗ്രഹം. ജിഗമിഷ തോന്നില്ല? എന്റെ നടുവില് റൂട്ട് നോക്കൂ. ജിഗമിഷ, ഗമിക്കാനുള്ള ആഗ്രഹം. പോവാനുള്ള ആഗ്രഹം, ഗമിക്കാനുള്ള ആഗ്രഹം. മനസ്സിലായ? അപ്പൊ സന്നദ്ധ പദങ്ങൾ എന്ന് പറയും. ജിജ്ഞാസ, ശുശ്രൂഷ പോലെയുള്ള പദങ്ങളൊക്കെ. അപ്പൊ ജിഗമിഷ, ജിജ്ഞാസ, പിപഠിഷ, ശുശ്രൂഷ, ദിദൃക്ഷ, പിന്നെ എന്താണ് ജിഗീഷ, ജയിക്കുവാനുള്ള ആഗ്രഹം. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉണ്ട്, സന്നദ്ധ പദങ്ങൾ എന്ന് പറയും. ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ദിദൃക്ഷു, ദൃശ് എന്ന ധാതു അതിൻ്റെ ഉള്ളിൽ. ദിദൃക്ഷു. അപ്പൊ എന്താണ്? ദിദൃക്ഷ എന്ന് പറഞ്ഞാൽ അറിയാൻ, കാണാനുള്ള ആഗ്രഹം. ദൃശ് ധാതുവാണ്, അതിന്റെ നടുവിലിരിക്കുന്നത്. അപ്പൊ ദിദൃക്ഷു ജനകാത്മജാം, ജനകാത്മജയെ, ജനകപുത്രി ജാനകി, മൈഥിലിയായ സീതയെ കാണുവാനുള്ള ആഗ്രഹത്തോടെ, കണ്ടുപിടിക്കാനുള്ള താല്പര്യത്തോടെ വാനരാൻ സർവാനപി ദിശഃ പ്രേഷയാമസ, എല്ലാ വാനരന്മാരെയും ദിക്കുകൾ തോറും അയച്ചു നിർത്താം. സച സർവാൻ സമാനീയ വാനരാൻ വാനരർഷഭഃ ദിശ പ്രസ്താവയാമാസ ദിദൃക്ഷുർജനകാത്മജാം തതോ ഗൃധ്രസ്യ വചനാത് സമ്പാദേർഹനുമാൻ ബലി ശതയോജന വിസ്തീർണം പപ്ലുവേ ലവണാർണവം. തതോ ഗൃധ്രസ്യ വചനാത്, തതഃ ഗൃധ്രസ്യ വചനാത്, അതിനുശേഷം ഗൃധ്രത്തിന്റെ വചനം അനുസരിച്ചിട്ട്. ഗൃധ്രം ഏത് ഗൃധ്രമാണ് ഇവിടെ പറയുന്നത്? സമ്പാദി. ഗരുഡന്റെ എന്താണ്? സഹോദരനാണ്. സമ്പാദേഹേ ഗൃധ്രസ്യ വചനാത്, സമ്പാദേഹേ ഗൃധ്രസ്യ വചനാത് ഹനുമാൻ ബലിയായ ഹനുമാൻ. ബലി എന്ന് പറഞ്ഞാൽ ബലം ഉള്ളവൻ, ബലി അല്ലെ? പ്രാണനുള്ളവൻ പ്രാണി അല്ലെ? ജീവനുള്ളത് ജീവി
എന്ന് പറയുന്നത് തന്നെ സംസ്കൃതത്തിൽ ഇന് എന്നൊരു പ്രത്യയമുണ്ട്. ഇന് എന്നൊരു പ്രത്യയം. ഇനി എന്നാണ് പ്രത്യയം. ശരിക്ക് അതില് ഒടുക്കത്തെ ഈ ഇത്ത് എന്ന് പറയും, അത് പോകുന്നതാ. അത് കഴിഞ്ഞ ഇന് എന്നുണ്ട്. ഈ ഇന് ചേർത്താൽ ഒന്നുകിൽ അതുള്ളത് അല്ലെങ്കിൽ അത് ശീലമാക്കിയത് എന്ന അർത്ഥമാണ്. അത് ഉള്ളത് അല്ലെങ്കിൽ അത് ശീലമാക്കിയത്. അപ്പൊ ജീവശബ്ദത്തോട് ചേർത്ത ജീവിൻ. അപ്പൊ എന്താ? ജീവി, ജീവിനൗ, ജീവിനഹ എന്ന് വരും. ഇപ്പൊ ജീവി എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണൻ ഉള്ളത്, ബലി എന്ന് പറഞ്ഞാൽ ബലം ഉള്ളത്, ബലി, ബലിനൗ, ബലിനഹ. മകാരാന്തമായിട്ടാണ് വരിക. കരി, കരമുള്ളത് ആന, ഹസ്തി, ഹസ്തമുള്ളത് ആന. മനസ്സിലായ? അപ്പൊ ഇങ്ങനെയാണ്. ഇനി ചില ശീലങ്ങളും അതെ. സത്യവാദി, സത്യം പറയുന്ന ശീലമുള്ളവൻ സത്യവാദി, സത്യമേ പറയൂ. അങ്ങനെയുള്ള ആളെ എന്ത് പറയാ? സത്യവാദി എന്ന് പറയുക. അപ്പോ എന്തായി? അപ്പോ ഈ വിധത്തിൽ ആ പദങ്ങളെ നമ്മൾ അറിയണം. അപ്പൊ ബലി, ബലി എന്ന് പറഞ്ഞാൽ ബലമുള്ളവൻ. ബലമുള്ളവനായ രാമൻ എന്ത് ചെയ്തു? ബലി, ബലമുള്ളവനായ ഹനുമാൻ ശതയോജന വിസ്തീർണം പപ്ലുവേലവണാർണവം. ശതയോജന വിസ്തീർണം, 100 യോജന വിസ്തൃതിയുള്ള, എന്താണ്? 100 യോജന വിസ്തൃതിയുള്ള ലവണാർണവം. ലവണാർണവം, ലവണ സമുദ്രം. ലവണം നിറഞ്ഞ സമുദ്രത്തെ എന്ത് ചെയ്തു? പപ്ലുവേ, പ്ലവനം ചെയ്തു, ചാടിക്കടന്നു നഷ്ടം. അപ്പൊ അതിനുശേഷം ഗൃദ്രമായ സമ്പാദി പറഞ്ഞതനുസരിച്ച് ബലവാനായ ഹനുമാൻ 100 യോജന വിസ്തൃതിയുള്ള സമുദ്രത്തെ തരണം ചെയ്തു. തതോ ഗൃദ്രസ്യ വചനാത് സമ്പാദേർ ഹനുമാൻ ബലി ശതയോജന വിസ്തീർണം പപ്ലുവേ ലവണാർണവം. ലവണാർണവത്തെ, സമുദ്രത്തെ പ്ലവനം ചെയ്തു എന്നർത്ഥം. തത്ര ലങ്കാം സമാസാദ്യ പുരീം രാവണപാലിതാം ദദർശ സീതാം ധ്യായന്തീം അശോകവനികാം ഗതാം. തതഃ ലങ്കാം സമാസാദ്യ. തതഃ, തതഃപരം, അതിനുശേഷം, അതായത് ഈ കടന്നതിന് ശേഷം, സമുദ്രം തരണം ചെയ്തതിന് ശേഷം, ലങ്കാം സമാസാദ്യ, ലങ്കാം, ലങ്കാ നഗരിയെ സമാസാദ്യ, സമാസാദനം ചെയ്തിട്ട്. ആസാദനം ചെയ്തതിനെ പ്രാപിക്കുക എന്നർത്ഥമാണ്. സമാസാദ്യ, സമാസാദനം ചെയ്തിട്ട്, പ്രാപിച്ചിട്ട്, ലങ്കയെ പ്രാപിച്ചിട്ട്. പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു? സമാസാദ്യ പുരി രാവണപാരിതാം. എങ്ങനെയുള്ള പുരിയാണ് ലങ്ക? രാവണപാരിതയാണ് ലങ്കാപുരി, അല്ലെ? അങ്ങനെ രാവണപാലിതയായ ലങ്കാപുരിയെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ദദർശ സീതാം ധ്യായന്തീം അശോകവനികാം ഗതാം. അശോകവനികാം ഗതാം ധ്യായന്തീം സീതാം ദദർശ. അശോകവനികാം ഗതാം ധ്യായന്തീം സീതാം ദദർശ. അശോകവനികയിൽ ഇരിക്കുന്ന, അശോകവനികാം ഗത എന്ന് പറഞ്ഞാൽ അശോകവനികയിൽ ചെന്നിരിക്കുന്ന, അശോകവനികയിൽ ഇരിക്കുന്ന ധ്യായന്തീം സീതാം, ധ്യാന നിമഗ്നയായ സീതയെ ദദർശ കണ്ടു. സീത അവിടെ ഇങ്ങനെ വെറുതെ വർത്താനം കണ്ടുകൊണ്ടിരിക്കുകയല്ല, ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ആരെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീരാമചന്ദ്രനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അത് സീതാദേവി പിന്നെയും അങ്ങനെയാണ്. പിന്നീട് സീതയെ പരിത്യജിക്കുന്ന സമയത്ത്, ഏത് രണ്ടാമത് സീതാദേവി ഭൂമിദേവിയോട് തനിക്ക് വസിക്കാനൊരു ഇടം തരൂ എന്ന് ഭഗ്നഹൃദയായിട്ട്, ഹൃദയം പൊട്ടിയിട്ട് ഭൂമിദേവിയോട് യാചിക്കുന്ന സമയത്ത് എങ്ങനെയാണ് യാചിക്കുന്നത്? യഥാഹം രാഘവാദന്യം മനസാപി ന ചിന്തയേ തഥാ മേ വൈഷ്ണവീ ദേവി വിവരം ദാതുമർഹസി. അതിനാണ് യാചിക്കുന്നത്. യഥാഹം രാഘവാദന്യം മനസാപി ന ചിന്തയേ തഥാ മേ മാധവീ ദേവി എന്ന് വൈഷ്ണവി ദേവി എന്ന് പാഠമുണ്ട്. തഥാ മേ മാധവീ ദേവി വിവരം ദാതുമർഹസി. ഞാൻ രാഘവനല്ലാതെ മറ്റൊരാളെ കുറിച്ചും ചിന്തിക്കാതെ
ഇരിക്കുന്നതിനായി. അല്ലയോ ഭൂമിദേവി, വിഷ്ണു പത്നിയായ ഭൂമിദേവി, എനിക്കൊരിടം തരൂ എന്നാണ് സീത അവിടെ യാചിക്കുന്നത്. അപ്പൊ സർവദാ അപി സാ മാധവം ഏവ വിഷ്ണും ഏവ ധ്യായന്തി ഏവ അവർത്തത. ഭഗവാനെ മാത്രം, ശ്രീരാമചന്ദ്രനെ മാത്രം ധ്യാനിച്ചുകൊണ്ടാണ് സീതാദേവി ഇരുന്നത്. അപ്രകാരം ഇരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ കണ്ടു. തത്ര ലങ്കാം സമാസാദ്യ പുരീം രാവണപാലിതാം ദദർശ സീതാം ധ്യായന്തീം അശോകവനികാം ഗതാം. രാമനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സീതയെ അശോകവനികയിൽ കണ്ടെത്തി. നിവേദയിത്വാഭിജ്ഞാനം പ്രവൃത്തിം വിനിവേദ്യ ച സമാശ്വാസ്യ ച വൈദേഹീം മർദ്ദയാമാസ തോരണം. തദനന്തരം നിവേദയിത്വാ അഭിജ്ഞാനം പ്രവൃത്തിം വിനിവേദ്യ ച സമാശ്വാസ്യ ച വൈദേഹീം മർദ്ദയാമാസ തോരണം. നിവേദയിത്വാ അഭിജ്ഞാനം, സീതാം ദൃഷ്ട്വ അഭിജ്ഞാനം നിവേദ്യ, നിവേദനം ചെയ്തിട്ട്, അഭിജ്ഞാനം നിവേദ്യ, നിവേദ്യ എന്ന് പറഞ്ഞാൽ നിവേദനം ചെയ്തിട്ട്, അറിയിച്ചിട്ട് എന്നർത്ഥം. അപ്പോ അഭിജ്ഞാനം അറിയിക്കും. അഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയാനുള്ള അടയാളമാണ്. അഭിജ്ഞാന ശാകുന്തളം എന്താണ്? ശകുന്തളയെ തിരിച്ചറിയലാണ് അവിടെ നടക്കുന്നത്. അഭിജ്ഞാനം, പ്രത്യഭിജ്ഞാനം, തിരിച്ചറിയലാണ്. അപ്പൊ അതുപോലെ സീതാദേവിയെ എന്താണ് തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞിട്ട്. കാരണം എന്താണ്? അവിടെ ഇരിക്കുന്നത് രാക്ഷസ പുരിയിലാണ് ഇരിക്കുന്നത്. അവിടെ നാനാ മായാ പ്രയോഗ ചതുരാഹ രാക്ഷസാഹ സന്തി. നാനാ മായാ പ്രയോഗ ചതുരന്മാരായ രാക്ഷസന്മാർ അവിടെ ഉണ്ട്. വേണ്ടി വന്ന രാമനെ പോലെ വന്നെന്ന് വരും, ലക്ഷ്മണനെ പോലെ വന്നെന്ന് വരും. വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു അടയാളവാക്യം രാമൻ പറഞ്ഞു കൊടുത്തത് സീതാദേവിയോട് പറഞ്ഞു. അത് രാമനും സീതയ്ക്കും മാത്രം അറിയാവുന്ന ഒരു അടയാളം അവിടെ പറഞ്ഞു എന്നാണ്. അപ്പോ എന്ത് ചെയ്തു? രാമന്റെ അടുത്താണ് വരുന്നത്. അപ്പൊ ആ അടയാളവാക്യം പറഞ്ഞു. അത് വിശ്വസിക്കാൻ പറ്റില്ല. നിവേദയിത്വാ അഭിജ്ഞാനം, അടയാളം നിവേദനം ചെയ്തിട്ട്, പ്രവൃത്തി വിനിവേദ്യ, പ്രവൃത്തിയെ കുറിച്ച് വിശേഷേണ നിവേദനം ചെയ്തു. വിനിവേദ്യ, വിശേഷമായിട്ട് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു വിവാഹത്തിന്റെ വിയെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ വിനിവേദ്യ, വിശേഷേണ നിവേദനം ചെയ്തു. രാമസ്യ ഉദ്യമം പ്രതി വിശേഷേണ നിവേദയാമാസ. രാമൻ എന്തൊക്കെ ഉദ്യമങ്ങളാണ് സീതാദേവിയെ കണ്ടെത്താൻ ചെയ്യുന്നത് എന്ന് വളരെ വിശദമായിട്ട് നിവേദനം ചെയ്തിട്ട്, സമാശ്വാസ്യ ച വൈദേഹീം, സമാശ്വസിപ്പിച്ചിട്ട്, വൈദേഹീം സമാശ്വാസ്യ, വൈദേഹിയെ സമാശ്വസിപ്പിച്ചു. ആശ്വസിക്കുക. എന്താ ആശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? വിശ്വാസം വരുത്തുക, അല്ലെ? ശ്വാസം നേരെ എന്ന് പറയില്ലേ? അതാണ് ഈ ആശ്വസിപ്പിക്കല്. ആശ്വസിക്കുക, വിശ്വസിക്കുക, അല്ലെ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്വാസം നേരെയായിട്ട് പോകുന്നതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് ഇപ്പൊ നമ്മുടെ നല്ല വെലുപടിപ്പുള്ള എന്തെങ്കിലും വസ്തു നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. യാത്ര ചെയ്യാണ്, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പൊ ആരെങ്കിലും ആൾ, അപരിചിതനായിട്ടുള്ള ഒരാള്, ഒരു ഭീകരൻ നമ്മുടെ അടുത്തേക്ക് വന്നു നിന്നു. എന്താ ഉണ്ടാവുക? നമ്മുടെ ശ്വാസഗതി ആകെ എന്തായിത്തീരും? അവതാളത്തിലാണ്. എന്താണാവോ ഇയാളിപ്പോ നോക്കണത്? കയ്യിലിരിക്കണ ഇത് തട്ടിയെടുക്കാനാണാവോ എന്നുള്ള തോന്നലുണ്ടാവും. ശ്വാസഗതി എന്താവും? അത് വിഷമാവസ്ഥയിലാകും, സമാവസ്ഥയിലുണ്ടാവും. അപ്പോ വിശ്വാസം, ശ്വാസം നേരെ ഗതിയിൽ പോകുന്നതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് സമാശ്വാസ്യ, സമാശ്വാസനം ചെയ്തു. ശ്വാസം നല്ല ആ സമന്താത് പൂർണ്ണമായും നല്ല നിലയിൽ പോകുന്ന അവസ്ഥയിലാക്കി ആശ്വസിപ്പിച്ചു എന്നർത്ഥം. സമാശ്വാസ്യ ച വൈദേഹീം, വൈദേഹീം സമാശ്വാസ്യ, വൈദേഹിയെ, സീതാദേവിയെ, മൈഥിലിയെ സമാശ്വസിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? മർദ്ദയാമാസ തോരണം, തോരണം മർദ്ദയാമാസ, തോരണമർദ്ദനം അവിടെ ചെയ്തു. ശരിക്കും തോരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോരണം എന്ന് പറഞ്ഞാല് കവാടം, കവാടങ്ങളിൽ നിന്ന് അലങ്കാരമായിട്ട് കെട്ടുന്ന മാലകളെയാണ് തോരണം എന്ന് പറയുക. അപ്പൊ അവിടെ അതൊക്കെ തട്ടിപ്പറിക്കാനായിട്ട്
തുടങ്ങി. രാവണന്റെ നഗരിയാണ്, വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള നഗരിയാണ് രാവണന്റെ. അത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെയുള്ള അലങ്കാരമാലകളൊക്കെ തട്ടി തകർക്കാൻ തുടങ്ങി. അവിടെ ഉദ്യാനമൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. നിവേദയിത്വാ വിജ്ഞാനം പ്രവൃത്തിം വിനിവേദ്യ ച സമാശ്വാസ്യ ച വൈദേഹീം മർദ്ദയാമാസ തോരണം പഞ്ച സേനാഗ്രഗാൻ ഹത്വാ സപ്തമന്ത്രിസുതാൻ അഭി ശൂരമക്ഷം ച നിഷ്പിഷ്യ ഗ്രഹണം സമുപാഗമത്. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം കുറച്ച് അവിടെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ്? പഞ്ചസേന അഗ്രഗാൻ ഹത്വാ പഞ്ച മന്ത്രിസുതാനബി പഞ്ചസേന അഗ്രഗാൻ 5 സേന അഗ്രഗന്മാര്. അഗ്രഗൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അഗ്രേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മുൻപിൽ എന്നർത്ഥം. അഗ്രഗഹ, അഗ്രഗൻ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഗമിക്കുന്നവൻ എന്നർത്ഥം. മധ്യഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യത്തിൽ ഗമിക്കുന്നത് അല്ലെ? അനുഗഹ, അനുഗ എന്ന് പറഞ്ഞാൽ പിന്നാലെ ഗമിക്കുന്നു എന്നർത്ഥം. അഗ്രഗഹ, മുൻപിൽ ഗമിക്കുന്നവര്. സേനാഗ്രഗഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സേനയുടെ മുമ്പിൽ ഗമിക്കുന്നവര്. അവരാരാണ്? സേനാ നായകന്മാര്. 5 സേനാ നായകന്മാരെ ഹത്വ, സേനാ നായകന്മാരെ 5 നിഗ്രഹിച്ചു. അഗ്രേസരന്മാർ. അഗ്രേസരൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അഗ്രേ, മുമ്പിൽ ചരിക്കുന്നവരാണ് ആര്? അഗ്രേസരന്മാര്. അപ്പോ സേനാഗ്രേസരന്മാരെ 5 പേരെ നിഗ്രഹിച്ചു. അഗ്രേ എന്നുള്ളൊരു പദത്തിന് മുൻപിൽ നിന്ന് അർത്ഥം അറിയാമല്ലോ അല്ലെ? ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ എന്താ പറയാ? അഗ്രജഹ അല്ലെ? നമുക്ക് മുമ്പേ ജനിച്ചവൻ അഗ്രജഹ. അപ്പൊ അനുജൻ ആരാണ്? അനു പിന്നാലെ ജനിച്ചവൻ അനുജൻ, മുമ്പ് ജനിച്ചവൻ അഗ്രജൻ അല്ലെ? ഇരിക്കട്ടെ. ഏകാഗ്രം എന്നുള്ള പദങ്ങളൊക്കെ ഉണ്ട്. ഏകാഗ്രം, മുൻപിൽ ഒറ്റ ലക്ഷ്യം ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഏകാഗ്രം എന്ന് പറയാം. നമ്മൾ പലപ്പോഴും ഏകാഗ്രന്മാരാവാറില്ല. നമ്മൾ ആരാവാറ്? മിക്കവാറും വ്യഗ്രന്മാരാവും. വിവിധമായ അഗ്രത്തോട് കൂടിയവര്. നമ്മുടെ മുമ്പിൽ വിവിധങ്ങളായ ലക്ഷ്യങ്ങളാണ് നമുക്ക് മിക്കവാറും ഉണ്ടാവുക. അതാണ് അഗ്രന്മാർ. വ്യഗ്രൻ എന്ന് പറയും. അപ്പൊ ഏകാഗ്രന്റെ വിപരീതമാണ് വ്യഗ്രൻ എന്ന് പറയുന്നത്. അസ്തു. അപ്പോ എന്താ? ഈ പഞ്ചസേനാഗ്രഗാൻ ഹത്വ സപ്തമന്ത്രിസുതാനബി, മന്ത്രിപുത്രന്മാരെ 7 കൊന്നു, അവരെ പ്രകോപിപ്പിക്കാൻ. സപ്തമന്ത്രിസുതാനബി ശൂരം അക്ഷം ച നിഷ്പിഷ്യ. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട 2 വീരന്മാരാണ് ശൂരൻ, അക്ഷൻ. അതിനെയും നിഷ്പേഷണം ചെയ്യുക. നിഷ്പേഷണം ചെയ്യാൻ വിശേഷണം പൊടിക്കുക എന്നാണ് അർത്ഥം. പൊടിച്ചു അവരെ, അമ്മീമിട്ട് പൊടിച്ചതല്ല. എന്താണ്? തകർത്തു എന്നർത്ഥം. ചൂർണയാമാസ ഗാത്രം, ശരീരമൊക്കെ തകർത്തു അവരുടെ. എന്നിട്ട് ശൂരമക്ഷം നിഷ്പിഷ്യ ഗ്രഹണം സമുപാഗമത്. എന്നിട്ട് ഗ്രഹണം സമുപാഗമത്, പിടികൊടുത്തു. അല്ലാണ്ട് എല്ലാം ചെയ്തിട്ട് അങ്ങനെ ഓടി നടക്കല്ല ചെയ്ത്. ഇത്രയൊക്കെ ആയിട്ട് അവിടെ അവർക്ക് രാവണന് പിടികൊടുത്തു. അതേ മോശമല്ലേ? രാവണന് ഇത്രയും ഒരു കുരങ്ങൻ വന്നിട്ട് ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ട് രാവണന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് അത് പിന്നെ എന്താണ്? ആ വഴി തുറക്കാനാണ്, വഴിമരുന്നിടാനായി രാവണന് എന്ത് ചെയ്ത്? രാവണന് പിടികൊടുക്കുന്നു. അങ്ങനെ രാവണന് ഗ്രഹണം സമുപാഗമത്, ഗ്രഹണത്തെ സമുപാഗമിച്ചു, പിടികൊടുത്തു എന്ന് അർത്ഥം. പഞ്ചസേനാഗ്രഗാൻ ഹത്വ സപ്തമന്ത്രിസുതാനബി ശൂരമക്ഷം ച നിഷ്പിഷ്യ ഗ്രഹണം സമുപാഗമത് അസ്ത്രേണ ഉന്മുക്തമാത്മാനം ജ്ഞാത്വാ പൈതാമഹാദ്ബലാത് മർഷയൻ രാക്ഷസാൻ വീരോ യന്ത്രിണസ്താൻ യദൃച്ഛയാ. അസ്ത്രേണ ഉന്മുക്തം ആത്മാനം ജ്ഞാത്വാ. ആത്മാനം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ അസ്ത്രേണ ഉന്മുക്തം ജ്ഞാത്വാ. താൻ അസ്ത്രത്താൽ ഉന്മുക്തനാണ്. ഉന്മുക്തനാണെന്ന് പറഞ്ഞാലോ മുക്തനാണ്. തനിക്ക് ബ്രഹ്മാവ് നൽകിയിരിക്കുന്ന വരം മുൻപുണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ പണ്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ ഹനുമാൻ എന്ത് ചെയ്തു? ഹനുമാൻ മുകളിലേക്ക് ചാടി അല്ലെ? ഹനുമാൻ ജനിച്ച ഉടനെ തന്നെ എന്താണ്? മുകളിലേക്ക് ഒറ്റ പറക്കലാണ്. സൂര്യബിംബം കണ്ടപ്പോ അത് പഴമാണെന്ന് വിചാരിച്ചിട്ട്, ചുമന്ന പഴമാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ നേരെ ചാടി.
ദേവേന്ദ്രനെ കണ്ടപ്പോ നേരെ ദേവേന്ദ്രനെ നേരെ ചെന്നു. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ വജ്രായുധം കൊണ്ട് ഒരു വിട്ടുകൊടുത്തു ഹനുമാൻ, അല്ലെ? ചുണ്ട് മുറിഞ്ഞു. അങ്ങനെ ഹനുമാൻ നിലത്ത് വീണു. നിലത്ത് വീണപ്പോ എന്തായി തീർന്നു? വായു ഭഗവാൻ ഹനുമാനെയും എടുത്തിട്ട് പാതാളത്തിലേക്ക് പോയി. ആരെയും ശുശ്രൂഷിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് മകനെ എടുത്തുകൊണ്ട് വായു ഭഗവാനാണ് പോയത്. വായു ഭഗവാൻ പോയപ്പോ എന്തായി തീർന്നു? വായു ഇല്ലാണ്ടായി ഭൂമിയില്. വായു എന്താണ്? മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക, കാരണം ദാരുണമായ ദശാന്തരേ, ഒത്തിച്ചമച്ചാമരപ്പാവകൾ പോലെ മർത്യാജനങ്ങൾക്ക് ഇളക്കമില്ലാതെയായി. അങ്ങനെയാണ് പറഞ്ഞത്. ഓരോരുത്തരും എന്താണ്? വായു ഇല്ലാണ്ടായതോടെ എല്ലാം സ്തംഭനാവസ്ഥയിൽ അങ്ങനെ നിൽക്കും, അല്ലെ? മുണ്ടൊടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു, പാട്ടുപാടുന്നവൻ കയ്യും ചെവിക്കൽ വെച്ചൊട്ട് വായും പിളർന്നങ്ങനെ നിൽക്കുന്നു. നല്ല മനോഹരമായിട്ട് കൃഷ്ണഗാഥയിൽ അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചലനമില്ലാതെ തീർന്നു. അങ്ങനെ ദേവന്മാരെ കടപെട്ട് എന്ത് ചെയ്തു? വായു ഭഗവാനെ സാന്ത്വനിപ്പിച്ച് കൊണ്ടുവന്നു. ഓരോരുത്തരും എന്നിട്ട് ഹനുമാൻ ഓരോ വരങ്ങളൊക്കെ കൊടുത്തു. ആ വരം കൊടുത്ത കൂട്ടത്തിൽ ബ്രഹ്മാവ് കൊടുത്ത വരം എന്താണ്? ഒരു അസ്ത്രം കൊണ്ടും നീ മരിക്കില്ല എന്നുള്ള വരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൈതാമഹം വരം. പിതാമഹൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ആത്മഭൂഹു പരമേഷ്ഠി പിതാമഹ. ബ്രഹ്മാവിന്റെ പേര് പറഞ്ഞു അമരകോശത്തിൽ. ബ്രഹ്മ ആത്മഭൂഹു പരമേഷ്ഠി പിതാമഹ. പിതാമഹന്റെ വചനം കൊണ്ട്. അപ്പൊ ഇവിടെ പിതാമഹൻ മുത്തശ്ശനല്ല, ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ വചനം കൊണ്ട് എന്തായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്? അസ്ത്രേണ ഉന്മുക്തം ആത്മാനം ജ്ഞാത്വ. തന്നെ തന്നെ ആത്മാനം, തന്നെ തന്നെ അസ്ത്രേണ ഉന്മുക്തം. അസ്ത്രത്തിൽ നിന്ന് മുക്തനാണ്. അതായത് അവിടെ അത് യേശില്ല എന്നർത്ഥം. അത് അറിഞ്ഞിട്ട് പൈതാമഹാത് ബലാത്, പൈതാമഹമായ ബലം കൊണ്ട്, പിതാമഹൻ ബ്രഹ്മാവ് നൽകിയിരിക്കുന്ന ആ ബലം കൊണ്ട് തനിക്ക് അസ്ത്രം ഏൽക്കില്ല എന്നറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് പിടികൊടുത്ത് നടക്കുക. മർഷയൻ രാക്ഷസാൻ വീരോ യന്ത്രണസ്ഥാൻ യദൃച്ഛയാ. രാക്ഷസന്മാരെ മർഷണം ചെയ്തു. മർഷണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹിക്കുക എന്നാണ് അർത്ഥം, അല്ലെ? അമർഷം. എന്താ അമർഷം? സഹിക്കാത്ത വിധത്തിലുള്ള രോഷം. ഞാൻ നമ്മൾ അമർഷം എന്ന് പറയാം. ഇവിടെ മർഷണം ചെയ്തു. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതിനൊക്കെ സഹിച്ചോട്ടെ. അങ്ങനെ നടന്നു. നൃത്തം പിടിക്കുന്നു, കെട്ടുന്നു, വാൽമ പഞ്ഞ് വാൽമ തുണി ചുറ്റുന്നു, ഒക്കെ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എനിക്കൊന്നും പറ്റില്ല എന്നുള്ളത് നന്നായിട്ട് നിശ്ചയമുണ്ട്. അതുകൊണ്ട് മർഷയൻ രാക്ഷസാൻ വീരോ യന്ത്രണസ്ഥാൻ യദൃച്ഛയാ. യന്ത്രിണ താൻ. യന്ത്രി. യന്ത്ര ശബ്ദത്തിന് എന്താർത്ഥം? യമനം ചെയ്യുന്നത്. യമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമിക്കുക, അല്ലെ? യമനം ചെയ്യുക. നിങ്ങൾ പറയില്ലേ യമനം? യമനം ചെയ്യുന്ന സംയമനം ചെയ്യുക, സംയമം, നിയമം. ഈ പദങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ യമം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? യമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണമാണ് യമം. അത് ഒരു അതോറിറ്റി, ഒരു അധികാരി നമ്മുടെ മേൽ ചുമത്തുന്ന യമം. അതിനെ നമ്മൾ എന്ത് പറയും? നിയമം എന്ന് പറയും. ഒരു അധികാരി ഒരു ഇത് ചുമത്തും. അപ്പൊ നമ്മുടെ രാജ്യം നമ്മുടെ മുകളിൽ, അല്ലെ? നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രം, ഇതൊക്കെ ഇതിന് നമ്മുടെ മുകളിൽ ചില അധികാരങ്ങൾ വെച്ച് ചില നിയന്ത്രണങ്ങൾ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ നമ്മൾ നിയമങ്ങൾ എന്ന് പറയും. പിന്നെ നമ്മൾ തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ആ നിയന്ത്രണങ്ങളെ നമ്മൾ എന്ത് പറയും? സംയമം എന്ന് പറയും. അതാണ് സംയമനം പാലിക്കണം എല്ലാവരും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കണം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് ഇപ്പൊ പറഞ്ഞ വാക്ക്? യന്ത്രി. യന്ത്ര എന്ന് പറഞ്ഞാൽ യമം ചെയ്യുന്നവനാണ് യന്ത്ര. തൃ എന്ന് പറയുന്ന പ്രത്യയം, തൃച്ച് എന്ന് പറയുന്ന പ്രത്യയമാണ് സംസ്കൃതത്തിലെ. എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആള് എന്നർത്ഥം. ദാതൃ, ദാനം ചെയ്യുന്ന ആള്. പിതൃ, പാലനം ചെയ്യുന്ന ആള്. മാതൃ, മാനിക്കുന്ന ആൾ, മാനനം ചെയ്യുന്ന ആൾ. തൃ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ചെയ്യുന്ന എന്നർത്ഥം. ദാതൃ, യന്ത്ര, ഈ പദങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോ അത് മാത്രം, വേറെ ചില പദങ്ങൾ ഉണ്ട് കേട്ടോ, അത് ഇരിക്കട്ടെ, ഒരു പ്രത്യേകം ഒന്ന് മാത്രമാവില്ല. പിന്നെ ഇവിടെ എന്താണ്? എല്ലാവരെയും. ആരെയാണ് ഇവിടെ അദ്ദേഹം സഹിച്ചതെന്നാണ് പറയുന്നത്?
യന്ത്രി യന്ത്രിണൗ യന്ത്രിണഹ, യമനം ചെയ്യുന്നവർ, തന്നെ യമനം ചെയ്യുന്നവരായിട്ടുള്ള എല്ലാവരെയും യദൃച്ഛയാ യാദൃച്ഛികമായിട്ട്. യദൃച്ഛ എന്നാണ് പദം, അതിലൊരു ശകാരം ഇല്ല. നമ്മൾ പലരും പറയുമ്പോ യാദൃശ്ചികമായിട്ട് എന്ന് കൂട്ടി പറയും, യാദൃശ്ചികമായിട്ട്, അങ്ങനെയില്ല. യാദൃശ്ചികമായിട്ടില്ല, യാദൃച്ഛികമായിട്ട്. യദൃച്ഛയാ യാദൃച്ഛികം, ഇടയ്ക്കുള്ള ശകാരം അവിടെ വേണ്ട, ബാക്കി എവിടെയെങ്കിലൊക്കെ പ്രയോഗിക്കാം. അപ്പോ യദൃച്ഛയാ യന്ത്രിണഹ താൻ, യാദൃച്ഛികമായിട്ട് തന്നെ നിയന്ത്രിക്കാൻ അവസരം കിട്ടിയ അവരെ, അല്ലെ? കാരണം വഴങ്ങിക്കൊടുത്തോണ്ടാ, അല്ലെങ്കിൽ ഒന്നും പറ്റുന്നതല്ല. അങ്ങനെയുള്ള അവരെ എന്ത് ചെയ്തു? യന്ത്രിണഹ താൻ, യന്ത്രികളായ അവരെ. യന്ത്രിണഹ എന്നുള്ളത് അവിടെ യന്ത്രിണം, യന്ത്രിണൗ, യന്ത്രിണഹ ദ്വിതീയ ബഹുവചനാണത്. താൻ എന്നത് ദ്വിതീയ ബഹുവചനം. അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നവരായ, കെട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവരായ അവരെ എന്ത് ചെയ്തു എന്നാണ്? ഒരു വിധത്തിൽ മർഷണം ചെയ്തുകൊണ്ട് അവിടെ നിന്നു, സഹിച്ചുകൊണ്ട് അവിടെ കിടന്നു അദ്ദേഹം. എന്നിട്ട് തതോദഗ്ധ്വ, തൽക്കാലത്തേക്കാണ് ആ അടങ്ങി കൊടുക്കൽ ഉണ്ടായത്. പിന്നെ എന്തായത്? പിന്നെ അവിടുന്ന് ചാടി എഴുന്നേറ്റു. തതഹ ദഗ്ധ്വ പുരീം, അതിനുശേഷം പുരീം ദഗ്ധ്വ, പുരി പട്ടണം, പട്ടണത്തെ ദഹിപ്പിച്ചിട്ട്, പട്ടണം ദഹിപ്പിച്ചറിയാമല്ലോ, ലങ്കാപുരി, ലങ്കാദഹനം. തതോ ദഗ്ധ്വ പുരീം ലങ്കാം ഹൃദയ സീതാം ച മൈഥിലീം. ലങ്കാം ദഗ്ധ്വ, ലങ്കാ നേരത്തെ ദഹിപ്പിച്ചു. എങ്ങനെ? ഹൃദയ സീതാം മൈഥിലീം, മൈഥിലീം സീതാം ഹൃദയ. ഹൃദയ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നർത്ഥം. സീതയെ കൂടാതെ ലങ്കാനഗരം ദഹിപ്പിച്ചു. അതായത് സീതാദേവിയോട് ദഹിപ്പിക്കാൻ പാടില്ലല്ലോ, അതൊഴികെ വളരെ നിയന്ത്രിതമായിട്ടാണ് ലങ്കയെ ദഹിപ്പിച്ചത്. ഇതൊരു പ്രഭാവമാണല്ലേ, വലിയൊരു പ്രഭാവം തന്നെ അത്. കാരണം എന്താണ് സീതാദേവി ഇങ്ങോട്ട് ദഹിപ്പിച്ച പിന്നെ എന്തിനാണ് താൻ പോയത്? അപ്പോ വളരെ അവിടെയാണ് ഹനുമാന്റെ ആ പ്രഭാവം. അതെങ്ങനെയാണ് പറ്റുന്നത്? സീതാദേവി ഇരിക്കുന്ന സ്ഥലം ദഹിപ്പിക്കാതെ ബാക്കിയൊക്കെ ദഹിപ്പിക്കാൻ എങ്ങനെ പറ്റും? അവിടെയാണ് ഹനുമാൻ. ആരാണ്? ഐശ്വര്യങ്ങളുള്ളവനാണ്, ഐശ്വര്യങ്ങളുള്ളവനാണ്, അല്ലേ? ഐശ്വര്യങ്ങൾ, 8 ഐശ്വര്യങ്ങൾ. ഏതാണ് 8 ഐശ്വര്യങ്ങള്? അണിമ മഹിമ ചൈവ ഗരിമ ലഘിമ തഥാ പ്രാപ്തി പ്രാകാമ്യമീശത്വം വശിത്വം ച അഷ്ടസിദ്ധയ. അഷ്ടസിദ്ധികളെ തന്നെയാണ് 8 ഐശ്വര്യങ്ങൾ എന്ന് പറയാം. എന്താണ്? അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശത്വം, വശിത്വം. 8 ഐശ്വര്യങ്ങളാണ്. അപ്പൊ ഈ 8 സിദ്ധികൾ അഥവാ 8 ഐശ്വര്യങ്ങൾ. അണിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിനെ പോലെ ആവുക. അണു തീരെ ചെറുതാവുക, കടുമണി പോലെ. അത് നമ്മൾ കണ്ടു. ഹനുമാൻ ചാടിപ്പോണ സമയത്ത് സുരസ വന്നിട്ട് ഹനുമാനെ തടഞ്ഞു, അല്ലെ? സുരസ ഹനുമാനോട് പറഞ്ഞു, നിനക്കെന്റെ വായിൽ പ്രവേശിക്കാതെ പോകാൻ പറ്റില്ല എന്ന് സുരസ പറഞ്ഞു. ഹനുമാൻ പോവാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഹനുമാൻ എന്ത് ചെയ്തു? സുരസ എന്ത് ചെയ്തു? വായ പിളർന്നു. വലിയ പാതാളം പോലെയുള്ള വായാണ്. ഹനുമാൻ അതിനേക്കാൾ വലുതാക്കിയ തന്റെ ശരീരം, സുരസ അതിനേക്കാളും വലുതാക്കിയ തന്റെ ശരീരം, ഹനുമാൻ അതിനേക്കാളും വലുതാക്കിയ. അങ്ങനെ ദശയോജനയും പഞ്ചദശയോജനയും ശതയോജനയും വലുതാക്കി. ഇതിപ്പോ എവിടേക്കായി വലുതാക്കുന്നത്? ഉടനെ ഹനുമാൻ എന്ത് ചെയ്തു? ഹനുമാൻ ഒരു കടുക് മണി പോലെയാണ് ചെറുതായിട്ട് എന്ത് ചെയ്തു? സുരസയുടെ വായിലേക്ക് അങ്ങ് പ്രവേശിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. ഇത് അടഞ്ഞു പറഞ്ഞെങ്കിലും കുറച്ച് നേരം വേണേ. വായ അടയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? സുരസ പറഞ്ഞു നടക്കുകയും ചെയ്തു. നിനക്ക് എന്റെ വായിൽ പ്രവേശിക്കാതെ പോകാൻ പറ്റിയ ഹനുമാനെ എന്ന് പറഞ്ഞു. വേണ്ട, നിന്റെ വായിൽ പ്രവേശിക്കാം. ഇതിനാണ് ഇപ്പൊ നമ്മൾ ഇത്ര വലിയ പൊങ്ങച്ചം കാണിക്കുന്നത്. വേണ്ടി വന്നാൽ അങ്ങ് വഴങ്ങാൻ കൊടുക്കുക ഒരാളുടെ ആഗ്രഹം, അയാളുടെ ആഗ്രഹമാണെങ്കിൽ. എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഹനുമാൻ എന്ത് ചെയ്തു? ഹനുമാൻ സുരസയുടെ വായിലങ്ങ് പ്രവേശിച്ചു, ചെറുതായിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ എന്താണ്? 2 ഗുണം കാണിച്ച അവിടെ. ഒന്ന് ആദ്യമാണ് എന്താണ്? മഹിമയെ കാണിച്ചു, മഹത്വം കാണിച്ചു, വലുതാവാനുള്ള, മഹത്താവാനുള്ള കഴിവാണ് കാണിച്ചു. പിന്നെ അണു പോലെയാകാനുള്ള കഴിവും അവിടെ കാണിച്ചു. സുരസയുടെ വായിൽ പ്രവേശിച്ചു. എന്നിട്ട് അങ്ങോട്ട് ഹനുമാന്റെ പാട്ടിന് ഹനുമാൻ പോയി, അല്ലേ? അപ്പൊ അതിലൊരു പാഠമുണ്ട് കേട്ടോ. ഒരു പാഠം നമ്മളതിൽ കേൾക്കേണ്ടതുണ്ട്. എന്താണ് അതിലെ പാഠം? ഹനുമാൻ നമ്മൾ അതിലൂടെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ആ പാഠം വേറൊന്നും അല്ല, വലിപ്പം കൊണ്ടല്ല നമുക്ക് ആളുകളെ ജയിക്കാൻ എളുപ്പം, ചെറുപ്പം കൊണ്ടാണ്.
ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ എന്നങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. അതിനെ വലിപ്പം എന്ന് പറഞ്ഞാൽ എത്രയോ വലുതാ. എവിടെയൊക്കെ നമ്മൾ കാണുന്നു വലുതാവുന്നു നമ്മള്, അല്ലേ? നമ്മൾ ആർഭാടം കാണിച്ച് അയൽവക്കക്കാരൻ നമ്മളൊരു എന്താണ് ഒരു 5 ലക്ഷത്തിന്റെ കാറ് വാങ്ങി, അപ്പൊ അയൽവക്കക്കാരനൊരു 8 ലക്ഷത്തിന്റെ വാങ്ങി, അപ്പൊ നമ്മൾ ഇത് വിറ്റിട്ട് കിട്ടിയ വിലക്ക് വിറ്റിട്ട് ഒരു 10 ലക്ഷത്തിന്റെ വേറെ വാങ്ങി. വല്ല കാര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിന് പോകാനുള്ള വാഹനം പോരെ, നമുക്ക് കൊട്ടാരം വേണം. അപ്പൊ എന്താണ്? വലിപ്പം വലിപ്പം വലിപ്പം. അപ്പൊ വേറൊരാൾ അതിനേക്കാളും വലുത് വാങ്ങും, കോടികളുടെ കാറ് വേറെടുത്തും വാങ്ങും. അപ്പൊ ഈ വലിപ്പത്തിലേക്ക് പോവാണ്ട് എന്ത് ചെയ്താൽ മതി? ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താവുക? നമ്മൾ ചെറുതായി ഇരിക്കുക. അതാണ് ജയിക്കാൻ നല്ലത്. അതൊരു പാഠമല്ലേ ഹനുമാൻ കാണിച്ചത്? വലുതായി വലുതായി വലുതായി, അല്ലേ? ഇവിടെ 10 യോജനയപ്പോ അവിടെ 20 യോജന, അപ്പൊ ഇവിടെ 40 യോജന, അപ്പൊ അവിടെ 50 യോജന, അപ്പൊ അവിടെ 100 യോജന. ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോ അങ്ങനെ അങ്ങോട്ട് ഒരു ചെറുപ്പത്തിലുണ്ട് എന്ത്? ഒരു വലുപ്പം, അല്ലേ? പണ്ട് ഈ തൃശ്ശൂർ പൂരം നിങ്ങൾ കേട്ടണം. തൃശ്ശൂർ പൂരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. തൃശ്ശൂർക്കാരിൽ കേൾക്കുന്നവരുണ്ടാവും, അപ്പൊ അവർക്കറിയാം. തൃശ്ശൂര് പൂരത്തിന് കുടമാറ്റം വളരെ വിശേഷമാണ്. അപ്പൊ തിരുവമ്പാടിക്കാർ നിൽക്കുന്നു, പിന്നെ നമ്മുടെ പാറമേക്കാവ് നിൽക്കുന്നു. അവിടെ ഇങ്ങനെ ആനപ്പുറത്ത് കുടകൾ, അങ്ങനെ നല്ല നിറമുള്ള കുട ഒരു കൂട്ടര്, അതിനേക്കാൾ നിറമുള്ളത് മറ്റൊരു കൂട്ടര്, പിന്നെ ഇവിടെ അതിനേക്കാൾ നിറം, അപ്പൊ അവിടെ അതിനേക്കാൾ നിറം, പിന്നെ ഇവിടെ നല്ല നിറം വരുമ്പോ അവിടെ നിലകളായി, 2 നിലയുള്ളത്, 3 നിലകള്, എപ്പോഴൊക്കെയായി വലുതാവുന്നത്. അങ്ങനെ വലുതായി വലുതായി വന്നപ്പോ ഒരു കൊല്ലം എന്ത് ചെയ്തു? നമ്മുടെ പാറമേക്കാവുകാര് പെട്ടെന്ന് തന്നെ, പട്ടുകുടയാണ് കാണിക്കുന്നതൊക്കെ, അവർ പെട്ടെന്ന് തന്നെ ഒരു നിര ഓലക്കുടയും കൂടി കാണിച്ചു. അതോടുകൂടി എന്തായി തീർന്നു? തൂക്കുവിളിയും വട്ടഹാസവും അങ്ങോട്ട്, പൂരത്തിന്റെ പെരുമ അങ്ങോട്ട്, ദിഗന്ധങ്ങൾ പൊട്ടുമാറുണ്ടായി. എല്ലാവരും കൊണ്ടു നടന്ന് ഇന്നും പൂരക്കമ്പക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് അവരുടെ ആ ഓലക്കുടയാണ്, അല്ലാതെ എന്തല്ല വലിയ ആർഭാടത്തിന്റെ പട്ടുകുടയല്ല. അപ്പൊ അതാണ് ഈ ചെറുപ്പത്തിലുണ്ട് എന്ത്? ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരോടും നമ്മൾ എന്തിനു പോണ്ട? എല്ലാവരോടും നമ്മൾ പെരുമാതിന്റെ മഹത്വത്തിലേക്ക് പോണ്ട. എന്താ മതി? ചെറുതിലും ഒന്നുണ്ട്. അപ്പൊ മറക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ ഇത് തീരില്ല, അത് വേറെ കാര്യം. ഇരിക്കട്ടെ. അപ്പൊ എന്തായി തീർന്നു? അപ്പോ രാമായ തതോ ദഗ്ധ്വാ പുരീം ലങ്കാം. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് കഴിയുന്നുണ്ട്? അണിമ, മഹിമ, പിന്നെ ഗരിമ. ഗരിമ എന്താണ്? ഗുരുത്വം, നല്ല ഭാരമുള്ളതാവുക, ഗ്രാവിറ്റി, ഗുരു ആയിത്തീരുക, ഗ്രേവ് ആയിത്തീരുക. അതെവിടെയാണ്? നമ്മുടെ ഭീമസേനന്റെ അടുത്ത് കാണിച്ചു, അല്ലെ? സഹോദരന്റെ അടുത്താ. നോക്കടാ നമ്മുടെ മറുകെ കിടക്കുന്ന മറക്കടാ, നീ അങ്ങ് മാറിക്കട ചടാ എന്ന് പറഞ്ഞിട്ട് ഭീമസേനൻ വന്നപ്പോ എന്താ പറഞ്ഞത്? വയ്യാത്തവരെടുത്തൊന്നും പറയരുതോ ഭീമ, ആ നിന്റെ ഗതയല്ലേ കയ്യിലിരിക്കുന്നേ, ആ വാലൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. ഭീമസേനൻ എന്താ ചെയ്തത്? ആ വാല് ഗത കൊണ്ട് അങ്ങോട്ട് പിടിച്ചപ്പോ എന്തായി തീർന്നു? ഒരളക്കവുമില്ല. പിന്നെയും ബലമായിട്ട് പിടിച്ചപ്പോ എന്താണ്? ഗതയാണ് ഒടിഞ്ഞത്. ഭീമസേന, നമ്മുടെ വാലാണോ നിന്റെ ഗതയാണോ ഒടിയണത് നോക്കുക, വാലൊന്നും ഒടിക്കരുത് കേട്ടോ എന്ന് ഹനുമാൻ അവിടെ പറഞ്ഞു. ഭീമന്റെ അഹന്ത നശിപ്പിച്ചു. അപ്പൊ എന്താണ് ഇതെന്താ ഉണ്ടായത്? ഇവിടെ ഗരിമയാണ് ഉണ്ടായത്, ഗരിമ. പിന്നെ ലഘിമ. ലഘിമ എന്താണ്? ലഘുത്വത്തോട് കൂടിയിട്ട് അങ്ങനെ പറന്ന് പോയത്, സമുദ്രത്തിന്റെ മുകളിൽ ലഘിമ. പിന്നെ എന്താണ്? പ്രാപ്തി, ഇഷ്ടമുള്ള സ്ഥലത്തെ പ്രാപിക്കാനുള്ള കഴിവ്. പ്രാകാമ്യം, പ്രകാമം, ഇഷ്ടമുള്ള രൂപം എടുക്കാൻ കഴിയുക, പല പല രൂപങ്ങൾ എടുക്കാൻ കഴിയുക. പ്രാപ്തി, പ്രാകാമ്യം. ഈശത്വം. ഈശത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അധീശത്വം സ്ഥാപിക്കാനുള്ള കഴിവ്, അല്ലെ? ആധിപത്യം സ്ഥാപിക്കാനുള്ള. വശിത്വം. വശിത്വം എന്ന് പറഞ്ഞാൽ വശത്താക്കാനുള്ള കഴിവ്. അപ്പൊ ഇതുള്ളപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അഗ്നിക്ക് മുകളിലും തന്റെ അധീശത്വം സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്തു? സീതാദേവി ഇരിക്കുന്നിടം ദഹിക്കാതെ നോക്കാനുള്ള ഹനുമാന്റെ കഴിവ് അതിലൂടെ പ്രകടമാണ്. അഷ്ടൈശ്വര്യങ്ങൾ ഉള്ളവനാണ് ഹനുമാൻ. അതുകൊണ്ട് സീതാദേവി ഇരിക്കുന്നിടം ദഹിപ്പിച്ചിട്ടില്ല. അസ്തു തതോ ദഗ്ധ്വാ പുരീം ലങ്കാം ഹൃദയ സീതാം ച മൈഥിലീം രാമായ പ്രിയമാഖ്യാതും പുനരായാൻ മഹാകവിഹി. ഇതൊക്കെ ചെയ്തിട്ട് രാമായ പ്രിയം ആഖ്യാതും, രാമനായി പ്രിയപ്പെട്ട വൃത്താന്തം ആഖ്യാനം ചെയ്യുന്നതിന് വേണ്ടി. എന്താണ് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വൃത്താന്തം? എന്താണ്? ദൃഷ്ടാ സീത. ദൃഷ്ടാ സീത, കാണപ്പെട്ടു സീത എന്നാണ്. അല്ലാതെ സീതാം എന്താണ്? ദൃഷ്ടവാൻ എന്നല്ല പറഞ്ഞത്. സീതാം എന്ന് പറഞ്ഞാൽ രാമന് ഒരു എന്തുണ്ടാവും? ഒരു പെട്ടെന്നൊരു ഉദ്വേഗം ഉണ്ടാവും, കണ്ടോ എന്നുണ്ടാവും. അതില്ലാതിരിക്കാൻ എന്താണ്?
ദൃഷ്ടാ സീത, കണ്ടു സീതയെ. അപ്പൊ ആ പ്രിയം ആഖ്യാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുനരായാൻ മഹാകവിഹി, പുനഃ ആയാത് മഹാകവിഹി, ആയാത് മഹാകവിഹി, ആയാൻ മഹാകവിഹി. ആ മാ ഉള്ളത് കൊണ്ടാണ് ആയാത് എന്നുള്ള തകാരവും അനുനാസികമായി തീർന്നു. മകാരത്തെ പോലെ ആയാൻ മഹാകവിഹി, വീണ്ടും വന്നു ആ മഹാകവി, മഹാവാനരൻ തിരിച്ചു വന്നു എന്നർത്ഥം. തതോ ദഗ്ധ്വാ പുരീം ലങ്കാം സീതാം, തതോ ലങ്കാം പുരീം ലങ്കാം ഹൃദേ സീതാം ച മൈഥിലീം രാമായ പ്രിയമാഖ്യാതും പുനരായാൻ മഹാകവിഹി സോഭിഗമ്യ മഹാത്മാനം കൃത്വാ രാമം പ്രദക്ഷിണം ന്യവേദയത് അമേയാത്മാ ദൃഷ്ടാ സീതേതി തത്വതഃ, ദൃഷ്ടാ സീത ഇതി തത്വതഃ നിവേദയാമസ. അതാണ് സോ അഭിഗമ്യ മഹാത്മാനം, സഹ അഭിഗമ്യ മഹാത്മാനം, മഹാത്മാനം മഹാത്മാവായ രാമം അഭിഗമ്യ, മഹാത്മാനം രാമം അഭിഗമ്യ, രാമന്റെ അടുത്ത് വന്നിട്ട് കൃത്വാ രാമം പ്രദക്ഷിണം, രാമം പ്രദക്ഷിണം കൃത്വ, രാമന്റെ മുന്നിൽ വലം വെച്ചു രാമന്റെ അടുത്ത്. അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ന്യവേദയത് അമേയാത്മാ, അമേയാത്മാവായ ഹനുമാൻ, ഹനുമാൻ അമേയാത്മാവാണ്. മേയം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മാനം ചെയ്യാൻ കഴിയുന്നതാണ് മേയം. പ്രമാണം, പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടമായ മാനം, അളവ്, അല്ലെ, അളക്കാൻ പറ്റിയതിനാ പ്രമാണം എന്ന് പറയാം. മേയം എന്ന് പറഞ്ഞാൽ മാനം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നതിനെയാണ് മേയം എന്ന് പറയാം. അമേയാത്മാവാണ് ആര്? ഹനുമാൻ. അമേയാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അളക്കാൻ പറ്റാത്ത മനോവീര്യമുള്ളവൻ എന്നർത്ഥമാണ്. അങ്ങനെ അമേയാത്മാവായ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അമേയാത്മാ രാമം പ്രദക്ഷിണം ന്യവേദയത് അമേയാത്മാ ദൃഷ്ടാ സീതേതി തത്വതഃ, ദൃഷ്ടാ സീത ഇതി തത്വതഃ ന്യവേദയത് നിവേദയാമസ, കാണപ്പെട്ടു സീത എന്നാണ് പറഞ്ഞത്. രാമന് ഉദ്വേഗം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് രാമന്റെ അടുത്ത് സീത കാണപ്പെട്ടു എന്നുള്ള വൃത്താന്തം അറിയിച്ചു എന്നർത്ഥം. സോഭിഗമ്യ മഹാത്മാനം കൃത്വാ രാമം പ്രദക്ഷിണം നിവേദയതമേയാത്മാ ദൃഷ്ടാ സീതേതി തത്വതഃ. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം.